Hello guys, so let's talk about the top 3 animes that I watched which has so many episodes guys. കാരണം ഇത് പറയാനുള്ള കാരണം വെച്ചാൽ ഇതിൽ ഫസ്റ്റ് പറയാൻ പോകുന്ന ആനിമയ്ക്ക് തന്നെ ഓൺഗോയിങ് ആണ്. സ്റ്റിൽ 1000+ എപ്പിസോഡ്സ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഈ കുറേ എപ്പിസോഡ്സിൽ ആനിമെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 3 ആനിമെ പറയാൻ പോകുന്നത് ഗൈസ്. അതിനകത്ത് ഫസ്റ്റ് വൺ ഏകദേശം എല്ലാവരും കേട്ടിട്ടുണ്ടാവും, വൺ പീസിന് അറൗണ്ട് 1000+ എപ്പിസോഡ്സ് ഉണ്ട് ആൻഡ് കറൻ്റ്ലി ഓൺ ഗോയിങ് ആണ്. ഐ തിങ്ക് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇത് വാച്ച് ചെയ്തതാണ്. ഇറ്റ്സ് എ വണ്ടർഫുൾ ആനിമെ ഗൈസ്. കാരണം ഇതിൽ കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട് ആൻഡ് കുറേ 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 നല്ല 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 കണ്ടോ ഗൈസ്. ഇതിനെക്കുറിച്ച് എനിക്ക് അധികം പറയാനറിയില്ല. കാരണം ഇത് ഈ വൺ പീസിൽ ലൈക്ക് നമ്മുടെ പവർ മിസ്യൂസ് ചെയ്യുന്നതും ചൈൽഡ് അബ്യൂസ്, ഡ്രഗ്സ്, അങ്ങനത്തെ ഇഷ്ടം പോലെ സംഭവത്തിനെ കുറിച്ചെല്ലാം നമുക്ക് ആ ആനിമെ കൂടെ അവർ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവമുള്ളൊരു ആനിമയാണ് വൺ പീസ്. മെയിനായിട്ട് പറഞ്ഞാൽ ഒരു കിഡ് പൈററ്റ് ലൂഫി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പൈററ്റ് കിങ് ആവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. കുറേ ക്രൂ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ പൈററ്റ് ജേണിയിൽ കുറേ സംഭവങ്ങൾ നേരിടുന്നു. അങ്ങനെ പിന്നെ അതിന് കുറേ കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. ഇറ്റ്സ് എ വണ്ടർഫുൾ ആനിമെ. മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടാലേ മനസ്സിലാവും. ആൻഡ് ഒബ്വിയസ്ലി ഇത് കുറേ ആൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ തന്നെ വൺ പീസിൽ വരുന്നത് വെച്ചാൽ ആദ്യം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറയാൻ തുടങ്ങി. പിന്നെ പറയാൻ തുടങ്ങി ഞാൻ അതിന് കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. ലൈക്ക് പിന്നെ ഒരു പോയിന്റിൽ റീൽ കണ്ടുകൊടുക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ എപ്പിസോഡുണ്ട്. അതിനകത്തുള്ള പവർ അപ്പ് സീൻസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് വൈ നോട്ട് ഗിവ് ഇറ്റ് എ ട്രൈ. എന്നിട്ട് ഞാൻ കാണാൻ തുടങ്ങിയൊരു ആനിമയാണ് ആൻഡ് ഇറ്റ്സ് വർത്ത് വാച്ചിങ് ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. ആദ്യം വലിയ കണ്ട് വരുന്നുണ്ട്. ആദ്യമൊന്നും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. ബട്ട് ഫസ്റ്റിൽ തന്നെ സോറോനെ ക്രൂ മെമ്പറായിട്ട് ആഡ് ചെയ്തതിന് ശേഷം പിന്നെയുള്ള ജേണിയിലാണ് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാണാൻ തുടങ്ങി. അത് ഫസ്റ്റിൽ തന്നെ വരുന്ന എപ്പിസോഡ്സ് വരുന്നതാണ്. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. എനിവേ നിങ്ങൾ കണ്ടു നോക്കുക, അഭിപ്രായം പറയുക. സെക്കൻഡ് വണ്ണ് ആനിമേൻ്റെ പേര് ബ്ലാക്ക് ക്ലോവർ ആണ് ഗൈസ്. ഇത് ആരും റെക്കമെൻഡേഷൻ ഒരു കാര്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ആനിമെ കാണാൻ വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഏറ്റവും കൂടുതൽ കുറേ എപ്പിസോഡ്സുള്ള ആനിമെ നോക്കിയിട്ട് ഒന്ന് എടുത്ത് സെലക്ട് ചെയ്തിട്ട് കണ്ടതാണ് ഗൈസ്. ആൻഡ് ബ്ലാക്ക് ക്ലോവർ നല്ലൊരു സാധനമാണ്, കണ്ടു നോക്കുക. ലൈക്ക് ഒരു മാജിക്കൽ വേൾഡിൽ, മാജിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വേൾഡിൽ ഒരു കുട്ടിക്ക് മാത്രം മാജിക്കും കാര്യമൊന്നുമില്ല, മാനയില്ല, മാജിക്ലെസ് ആയിട്ടൊരു കുട്ടി. പുള്ളിക്കാരൻ്റെ മെയിൻ ഹൈലൈറ്റുള്ളൊരു സ്റ്റോറിയാണ്. ലാസ്റ്റ് അതിനകത്തുള്ള ടോപ്പ് മെജീഷ്യൻ വിസാർഡ് കിങ് എന്നൊരു പൊസിഷൻ ഉണ്ട്. കിങ്ഡത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടൊരു പൊസിഷനാണ്. ആ പൊസിഷനിലെത്തണം ഈ ഒറ്റ മാജിക് പവറില്ലാത്തൊരു ചങ്ങായി. അതേപോലെ ഈ ഓർഫനേജിൽ വളർന്ന ഈ ഒരു ആസ്റ്റ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് മറ്റേ വിസാർഡ് കിങ് ആണ്. അതിന് വേണ്ടിയുള്ള ജേണിയുള്ള ഒരു ആനിമയാണ് അത് കറൻ്റ്ലി 170 എപ്പിസോഡ്സാണ് റിലീസ് ചെയ്ത് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 2026 പുതിയ എപ്പിസോഡ്സ് വരാൻ തുടങ്ങുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഐ എം നോട്ട് ഷുവർ ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് 170 എപ്പിസോഡ്സ് വരെ ജസ്റ്റ് നൈസ്. കണ്ടുനോക്കാൻ ട്രൈ കൊടുക്കാൻ ഏറ്റവും നല്ലൊരു ആനിമയും കൂടിയാണത്. പിന്നെ ഈ അടുത്ത വരുന്ന ആനിമയെ കുറിച്ച് എനിക്ക് തോന്നുന്നു അധികം ആളങ്ങനെ സംസാരിച്ച് കേൾക്കാത്തൊരു ആനിമയാണ്. ഇതിൻ്റെ പേര് ഫെയറി ടെയിൽ ഗൈസ്. ഫെയറി ടെയിൽ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ 100+ എപ്പിസോഡ്സുള്ള വേറൊരു ആനിമയാണ്. കറക്റ്റ് എത്ര എപ്പിസോഡെന്ന് എനിക്ക് ഓർമ്മയില്ല. ബട്ട് 100+ എപ്പിസോഡ്സ് ഉള്ള ഒരു ആനിമയാണ് ഫെയറി ടെയിൽ. മെയിനായിട്ട് പറയുന്നത് ഗൈസ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നും കാര്യമാക്കിയിട്ടുണ്ട്, അതുപോട്ടെ. ഫെയറി ടെയിലിനെ കുറിച്ച് പറയുന്നത് ഒരു സ്ട്രോങ്ങസ്റ്റ് ഗിൽഡ്, ആ ഗിൽഡിൽ നടക്കുന്ന ആൾക്കാരുടെ കുറേ ജേണി, സംഭവം, ഫ്രണ്ട്ഷിപ്പ്, അതിനെക്കുറിച്ച് ഫെയറി ടെയിലിനെ കുറിച്ച് ഇപ്പോൾ എനിക്ക് കാര്യമായിട്ട് പറഞ്ഞു തരാൻ അറിഞ്ഞോളൂ ഗൈസ്. ബട്ട് നിങ്ങൾ കണ്ടോക്കെ ഇറ്റ്സ് വർത്ത് വാച്ചിങ്. ഐ തിങ്ക് നമുക്കൊരു പക്ക എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു നല്ലൊരു സാധനമാണ്. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും പിന്നെ അതിനെക്കുറിച്ച് ആനിമെ ഗൈസ് കണ്ടോക്കുക. ഫെയറി ടെയിലിനെ കുറിച്ച് എനിക്ക് അധികം പറഞ്ഞു തരാൻ അറിഞ്ഞോളൂ. കുറേ ഇറ്റ് വാസ് ഗുഡ് ആനിമെ. ഞാൻ വൺ പീസ്, ബ്ലാക്ക് ക്ലോവർ എല്ലാം കഴിഞ്ഞിട്ട് കണ്ടൊരു ആനിമയാണ് ഫെയറി ടെയിൽ. അതും നോർമലി ഇങ്ങനെ തപ്പിപ്പിടിച്ചപ്പോൾ
കുറേ എപ്പിസോഡിലൊരു ആനിമ ഉണ്ട്, അപ്പോൾ എടുത്ത് നോക്കിയാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു ആനിമയായിരുന്നു ഫെയറി ടെയിൽ. പിന്നെ കറൻ്റ്ലി വേറൊരു ആനിമയും കൂടി ഉണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഇതിനും 1000+ എപ്പിസോഡ് ഉണ്ട്. കേസ് ക്ലോസ്ഡ് സംതിങ് ലൈക്ക് ദറ്റ്, അങ്ങനത്തെ എന്തോ അതിൻ്റെ പേര്. ഐ എം നോട്ട് ഷുവർ ഗൈസ്, ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം അറിയില്ല. ബട്ട് വൺ പീസ്, ബ്ലാക്ക് ക്ലോവർ ആൻഡ് ഫെയറി ടെയിൽ ഈ 3 നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. വൺ പീസ് മിക്കവാറും കേട്ടിട്ടുണ്ടാവും, എല്ലാവരും കുറച്ചെങ്കിലും കണ്ടിട്ടുണ്ടാകും ചാൻസ് ഉള്ളതാണ്. ബ്ലാക്ക് ക്ലോവർ ആൻഡ് ഫെയറി ടെയിൽ അത് രണ്ടും നൈസാണ്. സോ നിങ്ങൾക്ക് കുറേ എപ്പിസോഡ്സ് ഉള്ള ഒരു ആനിമെ നിങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ട്രൈ ദീസ് 3 ഔട്ട് ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്, ബൈ.